സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എന്തുകൊണ്ട് ഇങ്ങനെയായി? ഏതൊരു ജീവനും മൂല്യമുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു. പൊതുജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും വകുപ്പുകൾ പരാജയപ്പെട്ടെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊരു ചോദ്യവും സർക്കാരിനോട് കോടതി ചോദിക്കുന്നുണ്ടല്ലേ? റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഏതൊരു ജീവനും വിലപ്പെട്ടതാണ്, മൂല്യമുള്ളതാണ്. ജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ മേലുള്ള വിശ്വാസം നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ മിക്ക റോഡുകളും അപകടാവസ്ഥയിലാണ്. പല റോഡുകളിലെ കുഴികളിലും വീണ് ദിനം പ്രതി പലർക്കും, നിരവധി പേർക്ക് അപകടമുണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ റോഡിൽ കുഴികൾ രൂപപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യവും സർക്കാരിനോട് ഹൈക്കോടതി ആരായുകയും ചെയ്തു. സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ ഉടനടി തന്നെ ഈ കുഴികൾ രൂപപ്പെടുന്ന സമയത്ത് അത് മൂടുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ഹൈക്കോടതി വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം നൽകാത്തത്? നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും ഈ റോഡുകളിൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ഒരു കെടുകാര്യസ്ഥതയാണ് ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. വകുപ്പുകൾ അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഹെൽമെറ്റ് ഇല്ലാതെയും അമിത വേഗതയിലും പായുന്ന വാഹനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അവർക്ക് പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ തകർന്ന റോഡുകൾ ഉള്ളിടത്ത് ഒരു ബോർഡ് പോലും വെക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ വാഹനങ്ങൾക്ക് നികുതിയും സെസ്സും ഈടാക്കിയിട്ട് കൂടി ഈ റോഡുകൾ കൃത്യമായിട്ട് പണിയുന്നില്ല, അറ്റകുറ്റപ്പണി നടത്തുന്നില്ല എന്നുള്ളതും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ജില്ലാ കളക്ടർമാർക്ക് ചില ശാസന രൂപേണ നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഈ റോഡിലെ കുഴികൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത ദുരന്തമായിട്ട് കണക്കാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ അതാത് ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തൃശൂർ കുന്നംകുളം റോഡിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് തൃശൂർ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് അയക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും റോഡുകളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ജില്ലാ കളക്ടർമാർ നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർമാർ ഏത് വിധത്തിൽ നടപടികൾ സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് അടുത്ത ആഴ്ച ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിഖിൽ. ശരി രേഷ്മ, സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ സർക്കാരിനെ രൂക്ഷ വിമർശിച്ച ഹൈക്കോടതി രംഗത്തെത്തി. നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യവും കോടതി ചോദിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.